പൂച്ച സന്യാസി എന്ന കഥ തുടങ്ങുന്നു. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയ ആൽമരമുണ്ടായിരുന്നു. അതിൽ മാളത്തിൽ ഒരു തിത്തിരി പക്ഷി താമസിച്ചിരുന്നു. ആ കാട്ടിൽ ധാരാളം പഴങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവയെല്ലാം തിന്ന് തിത്തിരി പക്ഷി സുഖമായി വസിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ പഴമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായൊരു കാലം വന്നു. കാര്യങ്ങളെല്ലാം നേരെയാകും എന്ന് നനച്ച് തിത്തിരി പക്ഷി ആദ്യം അവിടെ തന്നെ തങ്ങിയെങ്കിലും തനിക്ക് തെറ്റുപറ്റിയെന്ന് പിന്നീട് മനസ്സിലായി. അങ്ങനെ ഒരു നാൾ അത് തീറ്റയും തേടി കാട് വിട്ടു പറന്നുപോയി. പറന്നു പോകവെ ധാരാളം ധാന്യങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന ഒരു പാടം അതിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ധാരാളം ധാന്യം തിന്ന് സന്തോഷത്തോടെ അത് ചിലക്കാൻ തുടങ്ങി. തിത്തിരി പക്ഷിയുടെ ആഹ്ലാദ ശബ്ദം കേട്ട് മറ്റു കിളികളും അവിടെയെത്തി. ധാന്യങ്ങൾ വേണ്ടുവോളം ഭക്ഷിച്ചു. ഇവിടെ ഇഷ്ടം പോലെ തീറ്റയുണ്ട്, കുറേ ദിവസം ഇവിടെ തന്നെ കഴിയാം, കിളികൾ തമ്മിൽ പറഞ്ഞു. അതേ കാട്ടിൽ തന്നെ ഒരു മുയലും കഴിയുന്നുണ്ടായിരുന്നു. പറക്കാൻ നല്ലൊരു മാളം തേടുകയായിരുന്നു മുയൽ. തിത്തിരി പക്ഷി ദൂരെയായിരുന്നു. ഒരു ദിവസം മുയൽ ആൽമരത്തിലുള്ള മാളം കാണാനിടയായി. അത് കാലിയാണെന്നറിഞ്ഞതിനാൽ അവൻ അതിനുള്ളിലേക്ക് ചാടിക്കയറി. ആരും അവകാശം പറയാതിരിക്കാനായി മുയൽ അതിനു പുറത്തു ഒരു പലകയിൽ ഇങ്ങനെ എഴുതിവെച്ചു: ഇവിടെ ശ്രീമാൻ മുയൽ വസിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് തിത്തിരി പക്ഷി ആൽമരത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആ പലക കണ്ട് അവന് ദേഷ്യം വന്നു. അവൻ മുയലിന് നേരെ അലറി: ഇതെൻ്റെ വീടാണ്, ഇറങ്ങിപ്പോകൂ ഇവിടെ നിന്നും. മണ്ടൻ കിളി, നിനക്കെന്താ വട്ടി പിടിച്ചോ? മുയൽ ചോദിച്ചു. ഒരാഴ്ചയായി ഞാനിവിടെ കഴിയുന്നു, പിന്നെ എങ്ങനെ ഇത് നിന്റെ വീടാകും? തൊട്ടടുത്ത് താമസിച്ചിരുന്ന പക്ഷികളും മൃഗങ്ങളും അവരുടെ വഴക്ക് കേട്ട് അവിടെ എത്തി. ആ മാളം തിത്തിരി പക്ഷിയുടേതാണെന്ന് അവരെല്ലാം മുയലിനോട് പറഞ്ഞെങ്കിലും മുയൽ അത് കേൾക്കാൻ തയ്യാറായില്ല.